ഹായ് ഹലോ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ കൺസിസ്റ്റൻസി? തുടർച്ചയായി വീഡിയോസ് ഇടുക എന്നതാണോ? അതെ, തുടർച്ചയായിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ഇടതടവില്ലാതെ വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ഈ കൺസിസ്റ്റൻസി തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? അത് ഓരോ വ്യക്തിയും ഓരോ ടൈപ്പിലാണ് തീരുമാനിക്കുന്നത്. ദിവസവും വീഡിയോസ് ഇടുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഒരു വീഡിയോസ് ഇട്ട് നാളെ ഒരു വീഡിയോസ് ഇട്ട് മറ്റന്നാളും വീഡിയോസ് ഇട്ട് അങ്ങനെ തുടർച്ചയായി വീഡിയോസ് ഇടുക എന്നുള്ളത് അതും ഇതിൽ പെട്ടതാണ്. ഇന്നൊരു വീഡിയോസ് ഇട്ട് നാളെ ഒരു വീഡിയോസ് ഇടാതെ മറ്റന്നാൾ ഒരു വീഡിയോസ് ഇട്ട് ഡേ ബൈ ഡേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതും ഈ കൺസിസ്റ്റൻസി എന്ന വിഭാഗത്തിൽ പെടും. ഓക്കെ, ഇനി ആഴ്ചയിൽ 3 വീഡിയോസ് ആണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ കൺസിസ്റ്റൻസി എങ്ങനെയൊക്കെ നമുക്ക് ഉപദ്രവമാകും ഉപകാരം എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് നമുക്കറിയാം. തുടർച്ചയായി വീഡിയോസ് ഇടുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ ഇടുന്ന വീഡിയോസ് ഓരോന്നായിട്ട് അവർ കാണും. അങ്ങനെ കൂടുതൽ ആളുകൾ കാണുന്നതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സുകൾ കൂടും, കൂടുതൽ നോട്ടിഫിക്കേഷൻ പോകും. പക്ഷേ ഈ തുടർച്ചയായി വീഡിയോസ് ഇടുക ഒരുവിധം യൂട്യൂബേഴ്സ് ഒക്കെ നിങ്ങളോട് പറയുന്നുണ്ട്, തുടർച്ചയായി വീഡിയോസ് ഇടൂ, തുടർച്ചയായി വീഡിയോസ് ഇടൂ, ദിവസവും വീഡിയോസ് ഇടൂ, ദിവസം 2-3 വീഡിയോസ് ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ദിവസവും 2 വീഡിയോസ് ഇടാനും ദിവസവും 1 വീഡിയോസ് ഇടാനും കഷ്ടപ്പെടുന്ന ചില കണ്ടന്റ് ഉള്ളവർക്കൊക്കെ, നല്ല കണ്ടന്റ് ഉള്ളവർക്ക് ദിവസവും 2 കണ്ടന്റ് ഇട്ടാലും 3 കണ്ടന്റ് ഇട്ടാലും ഒന്നും കുഴപ്പമില്ല. ദിവസം 5 കണ്ടന്റ് ഇട്ടിട്ടും കയറി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ കണ്ടന്റ് സ്ട്രെങ്ത്, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്റർടൈൻമെന്റ് കണ്ടന്റുകളായിരിക്കണം എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇത് ഇത്തരത്തിൽ ചെറിയ ചെറിയ ചാനലുകൾ, എന്നാൽ പിന്നെ ഈ ബ്ലോഗുകളൊക്കെ ചെയ്യുന്ന ടീംസുകളൊക്കെ വെറുതെ എന്തെങ്കിലും വീഡിയോസ് വാരി വലിച്ചിടുക എന്നുള്ള ഒരു ടീംസൊക്കെ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ, അതായത് കീപ്പ് ചെയ്താന്ന് പറഞ്ഞാൽ ഇന്നൊരു വെറുപ്പിക്കുന്ന വീഡിയോസ് ഇട്ടു, നാളെയും ഒരു വെറുപ്പിക്കുന്ന വീഡിയോസ് ഇട്ടു, മറ്റന്നാളും വെറുപ്പിക്കുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസുകൾ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുകയും അവർ കാണാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ഏറ്റവും വലിയ ദോഷമാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റുമെങ്കിൽ വീഡിയോസ് ഇടൂ. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 വീഡിയോസ് അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഒരു ദിവസം ഒരു വീഡിയോസ് ഇടൂ. അടുത്ത ദിവസം ഒരു വീഡിയോസിന് വേണ്ടി പ്രയത്നിക്കൂ. അതായത് നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പ്രയത്നിച്ചതിന് ശേഷം അതിന്റെ അടുത്ത ദിവസം ആ വീഡിയോസ് ഇടൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളോട് ഇപ്പൊ ഇങ്ങനെ തള്ളുന്ന ഒരാള്, അതായത് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത സംസാരിക്കുന്ന ഒരാള്, വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരാൾ നമ്മുടെ അടുത്ത് ഒരു ദിവസം വന്നൊരു കാര്യം പറയുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഒരു പക്ഷെ അയാൾക്ക് മുഷിപ്പ് തോന്നണ്ട എന്നുള്ള രീതിയിൽ ചിലപ്പം അത് കേട്ടിരിക്കും. രണ്ടാമത്തെ ദിവസം നമുക്ക് അയാൾ വരുമ്പോൾ എന്തോ ഒരു അരോചകത്വം തോന്നും, എങ്കിലും ഒരു പക്ഷെ അയാളെ മുഷിപ്പിക്കണ്ട എന്ന് കരുതി കേട്ടിരിക്കും. 3-ാം ദിവസം നമ്മൾ അയാളെ കാണുമ്പോൾ അയാളെ മുഷിപ്പിക്കണ്ട, പക്ഷെ അയാൾ നമ്മളെ കാണണ്ട എന്ന് കരുതി നമ്മളൊന്ന് മാറി നടക്കും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്ത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ട്രെൻഡിങ് വോയിസ് ചേർത്താലോ, അല്ലെങ്കിൽ ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വീഡിയോസ് ഇട്ടോളൂ പക്ഷെ ട്രെൻഡിങ് വോയിസ് ചേർക്കൂ എന്നുള്ളത്, അല്ലെങ്കിൽ ട്രെൻഡിങ് മ്യൂസിക് ചേർക്കൂ, ട്രെൻഡിങ് പാട്ടുകൾ ചേർക്കൂ എന്നുള്ളതൊക്കെ. നിങ്ങൾ എന്ത് കച്ചറയും ഇട്ടിട്ട് അത് ട്രെൻഡിങ് മ്യൂസിക് ചേർത്തത് കൊണ്ടൊന്നും വീഡിയോസ് കയറില്ല. അപ്പൊ വീഡിയോസിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം എന്ന് വെച്ചാൽ ശക്തമായി പ്രയത്നിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾക്ക് 2 പ്രാവശ്യം കാണാൻ തോന്നുന്ന വീഡിയോസ് ആണ് ഞങ്ങൾക്ക് 1 പ്രാവശ്യമെങ്കിലും കാണാൻ തോന്നുക എന്നുള്ളത്. അപ്പൊ സ്വന്തം വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് തന്നെ ആയാലും എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവന്റെ വീഡിയോസ് അതുപോലെ ചെയ്യൂ, അതുപോലെ കോപ്പി അടിക്കൂ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അതിൽ നിങ്ങൾ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കൂ. അതാണ് വേണ്ടത്. നിങ്ങളായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലി ഉണ്ടാകും, നിങ്ങളുടേതായ ഒരു ഭാഷ ഉണ്ടാകും, നിങ്ങളുടേതായ ഒരു ശബ്ദം ഉണ്ടാകും, നിങ്ങളുടേതായ ഒരു വിക്ഷേപങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. അതെല്ലാം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ വേറിട്ട് നിൽക്കുന്നത്, എന്ത് തന്നെ കണ്ടന്റ് ആയാലും. ഇപ്പൊ ചിലരോട് ഞാൻ അധികം പറയാറുണ്ട് കുക്കിംഗ് വീഡിയോസ് കയറാറില്ല എന്നൊക്കെ. ഈ കുക്കിംഗ് വീഡിയോസ് കയറാത്തത് എന്തുകൊണ്ടാണ്?
പലരും ഫേസ് കാണിക്കാത്തത് കൊണ്ടാണ്. ഫേസ് കാണിച്ച് അവര് അത്യാവശ്യം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വോയിസ് ഓവർ കൂടെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, നന്നായിട്ട് അവർ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് അവരെ ആ ഒരു പിടിച്ചിരുത്തുന്ന ഇഷ്ടംപോലെ പിന്നെ ക്രിയേറ്റേഴ്സിനെ നമ്മൾ കാണാറില്ലേ. അത്തരത്തിൽ ജനങ്ങളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കുക്കിംഗ് ചാനൽ കയറും. ബ്ലോഗുകൾ നിങ്ങൾക്ക് നല്ല നല്ല ബ്ലോഗുകൾ അത്യാവശ്യം ജനങ്ങളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ശബ്ദം അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോ നിങ്ങൾ ഒരു ബ്ലോഗർ ഒരു ബ്ലോഗ് ചെയ്യാൻ അപ്പോ എങ്ങനെയായാലും ഇപ്പോ കാസർകോട്ടുള്ളവൻ കന്യാകുമാരി വരെ യാത്ര ചെയ്യണമെന്നൊന്നുമില്ല. കാസർകോട്ടുള്ളവന്റെ ചുറ്റുഭാഗത്തുള്ള ആ ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണിച്ചാലും മതി. കാരണം കന്യാകുമാരിയിലും കൊല്ലത്തും എന്തിനു പറയുന്നു, ഈ മലപ്പുറത്തുള്ള ഞാൻ വരെ കാസർഗോഡ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്കത് പുതുമയുള്ളതാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് വീഡിയോ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ദിവസവും വീഡിയോസ് ഇടൂ എന്ന് ഞാൻ പറയും നിങ്ങളോട്. പക്ഷെ ദിവസവും ഇടുന്ന വീഡിയോസ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, കാണാൻ രസകരമായിരിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ രസകരമല്ലാത്ത വീഡിയോസ് തുടർച്ചയായി ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നിങ്ങളെ ചാനൽ പതുക്കെ പയ്യെ ഫ്രീസിലേക്ക് പോകുന്നത്, പയ്യെ വ്യൂസ് കുറയുന്നത്. നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു വന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തള്ളോ നമ്മുടെ സംസാരമോ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ല, മാറി നടക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ വീഡിയോസിന്റെ അവസ്ഥയും. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കയറുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഇത്തരത്തിൽ അപ്പൊ നേരെ മറിച്ച് ഇന്നൊരു നല്ല വീഡിയോസ് നിങ്ങൾ ഇട്ടെന്ന് വിചാരിക്കൂ, നാളെ നിങ്ങൾ ഒരു കച്ചറ വീഡിയോസ് ഇട്ടാലും ആ കച്ചറ വീഡിയോസ് ജനങ്ങളൊന്ന് തുറന്നു നോക്കും, എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കും. പിന്നെ മറ്റന്നാൾ ഇടുന്ന വീഡിയോസിൽ ഒരു പക്ഷെ നല്ല വീഡിയോസ് ആണെങ്കിൽ ചിലപ്പോൾ ചിലർ തുറക്കാൻ മടി കാണിക്കും. ശ്രദ്ധിച്ചില്ലേ? അപ്പോ നമ്മൾ ബെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തത് അതിനും ബെറ്റർ ആക്കണം, ഇനി അടുത്തതും ബെറ്റർ ആക്കണം. ഒരിക്കലും ഒരു ഡൗൺ ആയ വീഡിയോസുകൾ ചെയ്യരുത് എന്നുള്ളതാണ്. ഇന്ന് വീഡിയോസ് ഇട്ടല്ലോ, ഇനി എങ്ങനെയായാലും നാളെ ഒരു വീഡിയോസ് ഇടണം, നിർബന്ധമായിട്ടും എനിക്ക് ഇടണം. അങ്ങനത്തെ വീഡിയോസുകൾ ഇടുമ്പോഴാണ് നിങ്ങളെ അപകടം, ഈ ഫ്രീസിങ്ങും ഈ വ്യൂസ് ഇല്ലാതിരിക്കലൊക്കെ വരുന്നത്. അപ്പൊ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ തീരുമാനിക്കണം. ദിവസവും വീഡിയോസ് ഇടണോ? ഓക്കെ, നല്ല കണ്ടന്റ് ആണെങ്കിൽ ദിവസം 2 or 3 കണ്ടന്റ് ഇട്ടോളൂ, 2 കണ്ടന്റ് ഇട്ടോളൂ, നോ പ്രോബ്ലം. അതെല്ലാ ദിവസവും ഒരു കണ്ടന്റ് ആണോ നിങ്ങൾക്ക്, അത് സ്ട്രെങ്ത് ഉള്ള കണ്ടന്റ് ആണ്, ആളുകൾ കാണുന്നുണ്ട് എന്നല്ലെങ്കിൽ ഇട്ടോളൂ. വ്യൂസ് കുറവാണോ, നിങ്ങൾ ചിന്തിക്കൂ. ഡേ ബൈ ഡേ, ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു കണ്ടന്റ് ഇടൂ, എന്നിട്ട് അങ്ങനെ പോകൂ. അപ്പൊ അങ്ങനെ കണ്ടന്റ് ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ദിവസവും കണ്ടന്റ് ഇടാൻ പറ്റും. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഈ ചെയ്യാൻ പറ്റും. അത് നേരെ മറിച്ച് ദിവസവും കണ്ടന്റ് ഇടുന്ന ഒരാൾ ഡേ ബൈ ഡേ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ ഗ്യാപ്പ് എടുക്കുമ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അതും ഈ കൺസിസ്റ്റൻസിയുടെ ഭാഗത്തിൽ പെട്ടതാണ്. അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ കഴിവിനെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഈ വീഡിയോയുടെ ഇതെടുക്കുക. ആഴ്ചയിൽ 3 വീഡിയോസ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് 2 ദിവസം കഴിഞ്ഞ ഒരു വീഡിയോസ്, 2 ദിവസം കഴിഞ്ഞ ഒരു വീഡിയോസ് എന്നൊക്കെ. ഇപ്പൊ ഞാൻ ഈ കൺസിസ്റ്റൻസി ഒന്നും ചിലരുടെ കാര്യത്തിൽ ഒരു വിധത്തിലും ഇതാക്കി പോവാറില്ല. അതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഒരു സജീർ കൊപ്പം എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആയ ഒരു സിംഗർ. എന്ന് വെച്ചാൽ പെട്ടെന്ന് അദ്ദേഹം ഒരു കൊറോണ സമയത്ത് ഇങ്ങോട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ പാട്ട് ആത്മാവിലെ ആനന്ദമേ എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ പാട്ട് അതല്ല, അതിന് മുന്നുള്ള പാട്ടായിരുന്നു. ആ പാട്ട് വൈറൽ ആയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ എന്ത് കണ്ടന്റ് ഇട്ടാലും മില്യൺസ് ആണ് കയറുന്നത്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ചാനൽ ഒന്ന് നോക്കാം. ആകെ ഇട്ടത് 66 കണ്ടന്റ്. ഈ 66-ൽ ആകെ 54 കണ്ടന്റ് ആണ് മെയിൻ വീഡിയോസ്, ബാക്കിയെല്ലാം ഷോർട്സ് ആണ്. ഈ മെയിൻ വീഡിയോസിൽ തന്നെ അദ്ദേഹം ഇട്ടിട്ടുള്ളതോ മെയിൻ വീഡിയോസ് അപ്പോ ഏകദേശം 54 കണ്ടന്റ്. അതിൽ ഒരു 10-14 എങ്ങനെയായാലും ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കണ്ടന്റുകളും അദ്ദേഹത്തിന്റെ എന്താ പറയാ പാട്ടുകളെല്ലാം കൂടി ചേർന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്. മാക്സിമം പറഞ്ഞാൽ ഒരു 40 കണ്ടന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 40 സോങ്സുകളാണ് ആകെ ഇട്ടിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഒരു ഇത്രയും കുറച്ച് കണ്ടന്റ് ഇട്ടിട്ട് ഇത്രയും, അതായത് 12.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. മില്യൺസിൽ കുറവുള്ള വീഡിയോസ് വളരെ റയർ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് ചാനലുകളൊക്കെ നമ്മളിങ്ങനെ വാഴ്ത്തപ്പെടും. പക്ഷെ അവരുടെയൊക്കെ വരുമാനം ഇവരുടെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും.
കാരണം ഈ ഷോർട്സിൽ നിന്നൊക്കെ ആയിരിക്കും അവർക്ക് വരുമാനം കിട്ടുന്നത്. അത് വളരെ കുറച്ചായിരിക്കും ഉള്ളതാണ്. ഈ ഇദ്ദേഹത്തിന്റെ ശരിക്കും നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ഉദാഹരണമായി എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ചാനൽ തന്നെയാണ് ഇത്. ഇതുപോലെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട മറ്റൊരു ചാനലാണ് അർജുൻ എന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. ഒരു കൊറോണ സമയത്തായിരുന്നു തോന്നുന്നു അർജുനന്റെ ഒരു വരവ് എന്ന് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനാണ് ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അവിടെ നിന്ന് ഇവിടെ വരേക്കും അദ്ദേഹത്തിന് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും. വെറൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ചാനൽ. കാരണം അദ്ദേഹത്തിന് ആകെ ഇട്ടത് 82 കണ്ടന്റ് ഉള്ളൂ. ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടേ ഇല്ല. 82 കണ്ടന്റ്. അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് 37 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിന്. അപ്പോൾ പിന്നെ കണ്ടന്റുകളൊക്കെ വെറൈറ്റിയുടെ അങ്ങേയറ്റമാണ് അദ്ദേഹം. അപ്പോൾ അയാളുടെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, മില്യണിൽ കുറയാത്ത വീഡിയോസ് വളരെ റയർ ആണ്. അപ്പൊ ഇവരൊക്കെ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നും, പക്ഷെ ഇവരുടെ ബലം കണ്ടന്റ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു 2 ചാനൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെച്ച് തന്നത് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വാക്കിനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് കണ്ടന്റ് സ്ട്രെങ്ത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഒരിക്കലും അദ്ദേഹം കീപ്പ് ചെയ്യാത്ത ഒരാളാണ്. അദ്ദേഹം മാസത്തിൽ ഒരു കണ്ടന്റ് ഇടുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ 15 ദിവസം ഒരു കണ്ടന്റ് ഇടുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിനെ തുറക്കുന്നത് ഈ കൺസിസ്റ്റൻസി അല്ല, അദ്ദേഹത്തിനെ തുറക്കുന്ന കണ്ടന്റ് സ്ട്രെങ്ത് ആണ്. ജനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. അപ്പൊ ഞാനടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പാട്ട് വന്നാൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഞാൻ കേൾക്കും. ഇനി അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകം തന്നെ, ഒരുപക്ഷെ വീഡിയോ കാണാതെ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ ഇങ്ങനെ പ്ലേ ആകുന്നുണ്ടാവും. ആ ഓഡിയോ മാത്രം കേട്ട് കിടന്നുറങ്ങാറുണ്ട്. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനൽ കാണാത്തവരൊന്ന് കാണുക. വളരെ റയർ ആൾക്കാരായിരിക്കും അദ്ദേഹത്തിന്റെ ചാനൽ കാണാത്തത് എന്നുള്ളത്. അപ്പൊ ഈ കൺസിസ്റ്റൻസി അവരുടെ കാര്യത്തിൽ ബാധകമല്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യരുത് ഞാൻ പറയുന്നില്ല, കണ്ടന്റ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിൽ നിങ്ങളോട് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോസിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അത്യാവശ്യം ചിന്തിച്ച് അത്യാവശ്യം ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഓടി വന്നിട്ട് ഒരു പറമ്പിലും പാടത്തൊക്കെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആ പറഞ്ഞിരുന്ന ആൾക്കാർ എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കേട്ട കാര്യം തന്നെയാണോ ഈ പറയുന്നത് എന്നൊക്കെ ആലോചിക്കാതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. ഇനി നിങ്ങൾ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയലും ഒരു വീഡിയോസിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെയെങ്കിലും ഒരു ചെറിയൊരു മണ്ടത്തരം നിങ്ങൾ പറഞ്ഞു നോക്കൂ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പോവുക. തീർച്ചയായിട്ടും അങ്ങനത്തെ വീഡിയോസ് ഒരുപക്ഷെ വൈറലാവാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു മണ്ടത്തരം നമ്മൾ മലയാളികൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈ മണ്ടത്തരങ്ങൾ ഒരാളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരം, ചെറിയൊരു മിസ്റ്റേക്ക്, മണ്ടത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു വെച്ചാൽ അത് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും വരും. കമന്റ് ബോക്സിൽ 1-2 ആൾക്കാർ പറയും, അതിന് തിരിച്ചിട്ട് കുറച്ച് ആൾക്കാർ മറുപടി ചെയ്തും, അതിന് വീണ്ടും കമന്റ് വരും. അങ്ങനെ തുടർച്ചയായ കമന്റുകൾ ഇങ്ങനെ വന്ന് നിറയും. നെഗറ്റീവ് കമന്റ്സുകളായിരിക്കും കൂടുതലും. പക്ഷെ ഈ കമന്റ്സുകൾ നമുക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റ്സ് വരുമ്പോൾ 1:16 എന്ന ലെവലിൽ ഇങ്ങനെ റെക്കമെൻഡേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കമന്റുകൾ ഇങ്ങനെ വന്ന് വീഡിയോ വൈറലാവും. അപ്പോ പ്രസന്റേഷൻ, അതാണ് ഞാൻ പറയുന്നത് എന്തോ എന്നുള്ള അത്തരത്തിലുള്ള ഉദാഹരണത്തിനുള്ള പല ചാനലുകൾക്കും നമുക്ക് കാണാൻ പറ്റും. മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും അത് കേൾക്കാനും ആളുകളുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ആറാട്ടണ്ണന്റെയും അലൻസ് ജോസ് പെരേരയുടെയും ഒക്കെ വീഡിയോസ് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ അവരുടെ വീഡിയോസ് ഒക്കെ എത്രമാത്രം ആധികാരികതയുണ്ട് എന്നുള്ളത് ഞാൻ ആരെയും കളിയാക്കി പറയുകയല്ല. പക്ഷെ അവരുടെ അത്രയും കോപ്രായങ്ങളൊക്കെ കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താ, കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത പെറ്റ തള്ള സൈക്കിൾ അത്രയും വലിയ പിന്നെന്താ പറയാ അസഭ്യമായ ഭാഷയിലായിരിക്കും കമന്റ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഞാൻ നിങ്ങളോട് അങ്ങനെയും ചെറിയ മിസ്റ്റേക്കുകൾ വെച്ചാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതേപോലെ വൈറലാവും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അതൊരിക്കലും ആധികാരികമായിട്ട് പറയല്ല. അതുകൊണ്ട് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയും ചാൻസസ് ഉണ്ട്. അവിടെയും നമ്മൾ വീഡിയോ നന്നായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസവും വീഡിയോസ് ഇടുക എന്നല്ല. ഇന്ന് വീഡിയോസ് ഇട്ട് നാളെ വീഡിയോസ് ഇട്ട് മറ്റന്നാൾ വീഡിയോസ്
ഇട്ട് പോകൂ എന്നല്ല, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ആഴ്ചയിൽ 3 വീഡിയോസ് ആണെങ്കിൽ ആഴ്ചയിൽ 3 വീഡിയോസ് വെച്ച് പോവാം. അതാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോസ് ആണോ, അങ്ങനെ പോകൂ. ഇനി ഡേ ബൈ ഡേ ഇട്ട് പോവുകയാണോ, അങ്ങനെ പോകൂ. ഓക്കെ, ഒരു നീണ്ട ഗ്യാപ്പ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്ത പല ചാനലുകളും മുന്നോട്ട് പോകുന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തന്നു. ഈ കൺസിസ്റ്റൻസി പുതിയ വരുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വളരെ വളരെ ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുക്കുക. പിന്നെ പലർക്കും കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ദിവസവും വീഡിയോസ് ഇടുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് മാത്രം തിരുത്തുകയാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടണം എന്ന് കരുതി അവർ വെറുതെ വാരി വലിച്ച് കണ്ടന്റ് ഇടുന്നത്. ഓക്കെ, പ്രിയപ്പെട്ടവർ, അപ്പൊ ഇത് ചെറിയൊരു വിഷയമാണ്, എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായി നല്ലൊരു പുതിയൊരു വീഡിയോസിൽ കാണും വരയ്ക്കും ബൈ.